ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ കണ്ടിട്ട് എന്തേ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റുകൾ കണ്ടു. സത്യം പറഞ്ഞാൽ ആ കമൻറ്റുകൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം നിങ്ങളെൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ചെറിയ പനിയും വയ്യായികകളും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഒരു ദൂരയാത്രയും ഒക്കെ ആയിട്ടാണ് എനിക്ക് വീഡിയോ ഒന്ന് ഇടാനായിട്ട് വൈകിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. വലിയ സംഭവങ്ങളല്ല, പകരം ഡിസംബർ മാസമാണ്, നമുക്ക് വീട് കംപ്ലീറ്റ് ഒന്ന് ക്രിസ്മസ് ലുക്കൊക്കെ കൊടുക്കണം. അതുപോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട് പണിതതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അപ്പയൊക്കെ പോയത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ക്രിസ്മസ് വെറുതെ വളരെ സിമ്പിളായിട്ട് കടന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതോടൊപ്പം തന്നെ ഒപ്പം ക്രിസ്മസിന് നന്നായിട്ടൊന്ന് ഒരുക്കി ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലീനിങ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കബോർഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താ പറയുക ക്രോക്കറി ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും ഇരുന്ന് ഐറ്റം എടുത്തിരുന്ന് നമ്മൾ മാറ്റില്ലല്ലോ. കാരണം കുറേ പേര് ഷോ പീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോഴും ചോദിച്ചിട്ടുണ്ട് ക്രോക്കറി ഷെൽഫ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഐറ്റംസൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുത്ത് ചെയ്യാൻ മാത്രം ഞാനിങ്ങനെ ഷോ പീസ് കളക്ഷൻസോ അല്ലെങ്കിൽ അത്രയും അധികം ക്രോക്കറി ഐറ്റംസ് വെറൈറ്റീസ് ഒന്നും ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതും ഒക്കെയാണ്. ഇപ്പം ഞാൻ ഒരുപാട് നാളായി ഈ ഷെൽഫ് ക്രോക്കറി ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, എന്നിരുന്നാലും ഒരുപാട് പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഇങ്ങനെയൊന്ന് പൊടിയൊക്കെ തട്ടി ഒരല്പം സാനിറ്റൈസറൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പാറ്റയും പല്ലിയും ഒന്നും വരാതിരിക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ക്ലീൻ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഉള്ളിൽ റാപ്പേഴ്സ് വിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഐക്കേന്നാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് മോളിൽ അല്ലെങ്കിൽ ഉള്ള സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. നെസ്റ്റോളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ഐക്കേന്നാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഷെൽഫിൻ്റെ ഉള്ളിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ആ തട്ടുകളിലൊന്നും ഒരിക്കലും പൊടിയോ കറിയോ ഒന്നും പറ്റില്ല. നമുക്ക് ഇതൊന്ന് എടുത്ത് ഇടയ്ക്കൊന്ന് കഴുകി വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇടയ്ക്കൊന്ന് തുടച്ചിട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ടാലും മതി. അതോടുകൂടി ക്ലീനിങ്ങിൻ്റെ പരിപാടി ഒരു 99% പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ഈ ക്ലീനിങ്ങോട് കൂടി തന്നെ ഈ റാപ്പേഴ്സൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതോടുകൂടിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ള ക്രോക്കറി ഷെൽഫിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ഗ്ലാസ് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിസ്റ്റൽ പോലെയുള്ളതും അതുപോലെ ഗ്ലാസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ പാറ്റേണിലുള്ളത് ഒരേപോലെ വയ്ക്കുവാണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ചെടുക്കാനും അതുപോലെ തന്നെ കാണാനും ഭംഗി. ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ അതൊക്കെ എടുക്കാനും ഒന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇപ്രാവശ്യം ഞാൻ വൈൻ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈൻ ഗ്ലാസ് കാരണം നമുക്ക് ക്രിസ്മസ് സീസൺ അല്ലേ, വൈനും കേക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യവും അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെർവ് ചെയ്യുന്നൊരു സീസൺ ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈൻ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. കാരണം ഇത് സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് വയ്ക്കുമ്പോൾ ഒക്കെ പ്രത്യേകിച്ചൊരു ഭംഗി തോന്നിയിട്ടുണ്ട്. പിന്നെ അധികമൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോവാത്ത കാരണം നമുക്ക് വീണ്ടും വാങ്ങാനും പുതിയ മോഡൽസ് പരീക്ഷിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കാരണം കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലം ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ഐറ്റം ഒന്നും ഞാനിങ്ങനെ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെയൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു എന്താ പറയുക, ഇത് നമ്മുടെ ഐക്കേന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ ടീ പോട്ട്. അപ്പോൾ അത് ഇതിനു മുമ്പ് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളും ഒക്കെ ഒന്ന് മാറ്റി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേക്ക് ഞാൻ ഈ ഒരു ഷെൽഫ് പണിയുന്ന സമയത്തൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഐക്കേന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഐക്കേന്നാണോ ഈ കിച്ചൺ പർച്ചേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതെന്നൊക്കെ.
ഐക്കയിലും ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ കിച്ചൺ നമ്മൾ ഐക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തതല്ല. നമ്മുടെ ഇവിടെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ട് നമുക്ക് മൾട്ടിവുഡ് ചെയ്യുന്ന 1000 കിച്ചൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ വർക്കേഴ്സ് ചെയ്തു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് കിച്ചൺ ടൂറൊക്കെ ഡീറ്റെയിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വർക്കേഴ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇനി അതിന് മുമ്പ് ആവശ്യമുള്ളവർ പറയുവാണെങ്കിൽ ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഓരോ ഷെൽഫും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലീനിങ് നടക്കുന്നതൊക്കെ ഈവനിങ്ങിൽ, നമ്മുടെ ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, നൈറ്റിലാണ് നമ്മുടെ കുക്കിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്വസ്ഥമായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ ആകെ കിട്ടുന്നൊരു വീക്കെൻഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അതൊന്നും നടന്നൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തിന് ഓരോരോ സമയത്തേക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്ന് കിച്ചൺ മാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ കിച്ചണൊക്കെ മാറ്റി കിച്ചണിലെ എല്ലാ കാര്യങ്ങളൊക്കെ മെയിൻ കിച്ചണൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങളൊക്കെ സെറ്റാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത വല്ലതുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയത്താട്ടോ നമുക്ക് മാറ്റാനായിട്ട് പറ്റുക. ഇനി ഗ്ലാസിൻ്റെ തന്നെ ഡോറ് കൊടുത്തിരിക്കുന്ന കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അനാവശ്യമായിട്ടൊന്നും കുത്തിക്കയറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ കൊടുക്കുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന്. ഇതിനും കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, കിച്ചൺ നമ്മൾ എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കും. കാരണം ഇത് ഓപ്പണാണ്. നമ്മളില്ലാത്ത സമയത്തായാലും വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വരുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വരുവാണെങ്കിൽ ഒപ്പം നമ്മുടെ വീട് വൃത്തിയായിട്ട് കിടക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും സിങ്കിൻ്റെ ഉള്ളിൽ പാത്രം നമ്മൾ ഡംപ് ചെയ്യില്ല. ഈ 2 കാര്യങ്ങളും നമ്മുടെ തന്നെ കുറേ പണികളെ ലാഭമാക്കാനും അല്ലെങ്കിൽ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ അയ്യോ വയ്യ എന്നൊരു ഫീല് തരാതെ ഒക്കെ കഴിഞ്ഞ പോലെ ഒരു ഫീല് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ കബോർഡ് ചെയ്യുന്ന സമയത്തും ഗ്ലാസ് ഡോറ് വെക്കാനുള്ള മെയിൻ റീസൺ ഇതൊറ്റ കാര്യമാണ്. കാരണം അനാവശ്യമായ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടോസ്റ്ററും അതുപോലെ എഗ് ബോയിലറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തേക്ക് എടുത്തപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിന് മുകളിൽ നമ്മൾ ഗ്രീനും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണുന്ന ബോക്സ് മീൻസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടി റെസിപ്പീസ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഗ്രീനിൽ നമുക്ക് 3 റെസിപ്പീസ് അറ്റ് എ ടൈം സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസോ അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ള അച്ചാറും സലാസും അതുപോലെ തന്നെ പൈനാപ്പിൾ പീസസൊക്കെ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ടേബിളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അങ്ങനെയുള്ള പോട്ടാണ് ഞാൻ മുകളിൽ വെച്ചത്. ഈ 2 ട്രേയും ഞാൻ പണ്ട് ലണ്ടനിൽ പോയതിൻ്റെ ഓർമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതായത് ഞങ്ങളൊരു 28 ഡേയ്സിന് ടീച്ചേഴ്സ് ഞങ്ങളൊരു വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ പറയില്ലേ, നമ്മുടെ മെമ്മറീസാണ് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത്. ആസ് എ ടീച്ചർ എനിക്ക് എൻ്റെ കുട്ടികൾ തന്നിരിക്കുന്ന ഒരുപാട് ഗിഫ്റ്റുകളിൽ നമ്മൾ പറയില്ലേ, നമുക്കിങ്ങനെ ഷോ പീസായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ഗിഫ്റ്റുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പയുടെയും അമ്മയുടെയും അതായത് ഡാഡി മമ്മിയും ഹസ്ബൻഡിൻ്റെ ഡാഡി മമ്മി കേട്ടോ. അപ്പോൾ ഡാഡിയും മമ്മിയുടെയും 50ാമത്തെ വിവാഹ വാർഷികത്തിന് ചെയ്തതാണ് കേട്ടോ. ആ ഒരു ഗ്ലാസ് അതും വെച്ചിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് താഴെ നമ്മളൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഷെൽഫും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടപ്പടേന്ന് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ഞാൻ തുറന്ന് ക്ലീൻ ചെയ്യാത്തതിൻ്റെ കാരണം തൊട്ടടുത്ത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സ്റ്റീൽ പാത്രങ്ങൾ വെച്ചിരിക്കുന്നതല്ലാതെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് മാറാല തട്ടി അടച്ചു പോകാറുണ്ട്. അധികം മാറാലയും കാര്യങ്ങളൊന്നും വരാറില്ല. നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടിപ്പോകുന്നത് കൊണ്ട് തന്നെ ഇനി വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിസ്തുമസ് ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ വീടിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടോ, നിങ്ങളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണോ, സെയിം തന്നെയാണോ, എന്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ക്രിസ്തുമസ് ഡെക്കറേഷൻസ് വീട്ടിൽ ചെയ്തിട്ടൊന്നും വരില്ല. പക്ഷേ പുതിയൊരു വർഷമല്ലേ നമുക്ക് വരുന്നത്. ആ പുതിയ വർഷം വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്താനായിട്ട് പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ
നമ്മുടെ വീട്ടിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പ്ലാൻ ചെയ്താൽ ഒരു പുതുമ നമുക്ക് തോന്നും. അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കുമ്പോൾ അതൊരു ഭംഗിയും ഒരു വെറൈറ്റിയും ഒരു പുതുമയൊക്കെ ഫീൽ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെയാണ് സാധാരണ വെക്കാറ്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ആണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ. ഇതിനെ ചിലയിടത്ത് കമ്പിളി നാരങ്ങ, ചിലയിടത്ത് ബബ്ലൂസ് നാരങ്ങ ഇതൊക്കെ പറയാറുണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൊസ്റ്റാൾജിക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ മറ്റേ നമ്മുടെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വിക്കായിട്ടുള്ള കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി പർച്ചേസിങ് നടത്തിയതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ ഒല്ലൂർ ഞങ്ങൾ ഫെജിയുടെ പുതിയൊരു ഔട്ട്ലെറ്റിലേക്ക് പോയതാണേ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണേ. കാരണം അവർ ക്രിസ്മസിൻ്റെ മാത്രം ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ട് ഒരു വലിയ ഷോപ്പ് ഒല്ലൂർ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇത് നമ്മുടെ തൃശ്ശൂർ പുത്തൻപള്ളി ഏരിയയിൽ വരെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ ഈ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലും ആകെ തിരക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയതാണ്. അപ്പം അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഷോ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിപ്രാവശ്യം ക്രിസ്മസിന് വേണ്ടി പർച്ചേസ് ചെയ്തതെല്ലാം ഇവിടെ നിന്നല്ല, പല പല ഷോപ്പുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഞാൻ കാണിച്ചു എന്ന് മാത്രം. തൃശ്ശൂരുകാർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോസിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഒരു ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വാങ്ങിച്ചു വന്ന സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇനി വീഡിയോയ്ക്ക് നമ്മളിതെല്ലാം കൂടി എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് എന്താ പറയുക ഡ്യൂറേഷൻ കൂടിപ്പോവും. കാരണം നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീട്ടിലെ ഓരോ ഏരിയയിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഐറ്റംസ് എല്ലാം നമ്മളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗ്രേറ്റ് ടൈം. താങ്ക് യു.